എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു സാറ്റർഡേ ഇൻ മൈ ലൈഫാണ്. ഒന്ന് ഹോളിഡേ ആണ്. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ്. ഒന്ന് പോയി കുറച്ച് കാര്യങ്ങൾ, ഗ്രോസറി ഒന്നുമല്ല, കുറച്ച് പാത്രങ്ങൾ ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലുലുവിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് പുട്ടും മുട്ടക്കറി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന്. കാരണം ഒന്നാമത് ഹോളിഡേ ആണ്. അപ്പം അല്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും ആഴ്ചയിൽ 5 ദിവസം രാവിലെ ഇവിടെ ദോശയാണ്. ദോശ അല്ലെങ്കിൽ ചിലപ്പം ഉപ്പുമാവ് ഉണ്ടാക്കും. പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീക്കെൻഡിലാണ് ഉണ്ടാക്കുന്നത്. പുട്ട്, ഇടിയപ്പം, അപ്പം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വീക്കെൻഡിൽ ശനി ഞായർ ഏതെങ്കിലും ദിവസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ശ്രീഹരിക്ക് റാഗിപ്പുട്ടാണ്. എനിക്ക് ചെമ്പ പുട്ടുപൊടിയില്ലേ, അത് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള പുട്ടാണ്. അപ്പം ഞാൻ ഉള്ളി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നത്, തക്കാളി ചേർക്കുന്നില്ല. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയാണ് മെയിൻ ഐറ്റംസ്. അപ്പം ഞാനൊരു ഒരു വലിയ സബോളയും ഒരു ചെറിയ സബോളയുടെ പകുതിയും കൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ അതരിഞ്ഞു വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി വേണമെന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കത്തില്ല ഇങ്ങനത്തെ കറിക്ക്. അപ്പോൾ പുട്ടിൻ്റെ കൂടെയൊക്കെയുള്ള ഇങ്ങനത്തെ കറിക്ക് ഞാൻ വെളുത്തുള്ളി അധികം ചേർക്കാറില്ല. അപ്പം ഇഞ്ചി കൊത്തി അരിഞ്ഞിടുക. പിന്നെ നമ്മുടെ പച്ചമുളകും വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് മാത്രം ചേർത്ത് ഇത് വയ്ക്കാം. പക്ഷെ ഞാൻ ഇന്ന് ഇച്ചിരി മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം പച്ചമുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. ഒന്നും സെപ്പറേറ്റ് ഒന്നും ചേർക്കുക. എൻ്റെ മോളെ അരിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് വഴറ്റുക ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ച് നമ്മുടെ ഈ പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. മൂന്നാമത് ഒരു പച്ചമുളകും കൂടെ വേണം. അതിനാണ് ഞാൻ പോയത്. മുളക് പൊടി ഞാൻ ശകലേ ചേർക്കുന്നുള്ളൂ. ഇതിന് പച്ചമുളകിൻ്റെ എരിവാണ് നല്ലത്. ഇങ്ങനെ പുട്ടിൻ്റെ കൂടെയൊക്കെയുള്ള കറിക്ക് കുറച്ച് തേങ്ങ അരച്ചാണ് ഇത് വെക്കുന്നത്. തേങ്ങാപ്പാലല്ല, തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അപ്പം ഞാൻ ചീനച്ചട്ടിക്ക് അത് ശകല എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് പുട്ടിൻ്റെ പൊടി ഒന്ന് കുഴയ്ക്കാൻ നനച്ച് വെക്കാം. അപ്പോൾ മറ്റേ വിലയ്ക്ക് മേടിക്കുന്ന അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നനച്ച് മാറ്റി വെക്കും. ഇനിയും പുട്ടിൻ്റെ പൊടിയും റാഗി പുട്ടുപൊടി തന്നെയാണ്. പക്ഷേ അത് ഞാൻ ഇതുപോലെയല്ല, നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ തന്നെയാണ് നനയ്ക്കേണ്ടത്. അപ്പോൾ എണ്ണ ചൂടായപ്പം ഇഞ്ചിയും പച്ചമുളകും സബോളയും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തു. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴലണം, ജസ്റ്റ് വഴണ്ടാൽ പോരാ, നന്നായിട്ട് വഴണം. അപ്പോഴാണ് ഈ മുട്ടക്കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. ഉപ്പും കൂടെ ചേർത്ത് അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് റാഗി പുട്ടുപൊടി കുഴച്ചെടുക്കാം. റാഗി പുട്ടുപൊടി സാധാരണ നമ്മുടെ പുട്ട് കുഴയ്ക്കുന്ന പോലെ കുഴച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പം ആവശ്യത്തിന് പൊടിയിട്ട് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങനെ പിടിച്ച് നോക്കുമ്പം ഉരുളയാവുകയും ചെയ്യണം. എന്നാൽ നമ്മളത് പൊട്ടിക്കുമ്പം അത് പൊട്ടിപ്പോവുകയും ചെയ്യണം. ആ ഒരു രീതിയല്ല നമ്മൾ സാധാരണ അരിപ്പുട്ട് നനയ്ക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ പൊടി നനച്ചെടുക്കുക, റാഗിപ്പുട്ടിൻ്റെ പൊടി. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ റാഗിപ്പുട്ടിൻ്റെ പൊടിയെല്ലാം നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഉള്ളി അവിടെ വഴണ്ടുകൊണ്ടിരിപ്പുണ്ട്. അത് ഏകദേശം വഴണ്ടി കാണും. അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആദ്യം ഒന്ന് നന്നായിട്ട് വഴണ്ടിയിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടിരുന്ന് അങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. അത് ഈ പാത്രത്തിൻ്റെയും കൂടാണ്. ഇതിന് അടിക്ക് കട്ടിയുള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും കരിയത്തൊന്നുമില്ല. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോഴത്തേനും
പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ശകലം വെള്ളവും കൂടെ ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. പിന്നെ ഇത് നമുക്ക് പാലായിട്ടും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തേങ്ങ ആയിട്ട് അങ്ങ് അരയ്ക്കുന്നത്. കാരണം ഒന്നാമത് സാറ്റർഡേ ആയിട്ട് എണീറ്റപ്പം താമസിച്ചു. അപ്പം നമ്മൾ വേഗം പരിപാടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. കുറച്ചുകൂടെ നല്ലതാണ്. തേങ്ങ അരച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ആ മുട്ട ഒന്ന് മസാല കിടന്നൊന്ന് കുറച്ച് നേരം ഒന്ന് വരട്ടിയെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി വേറെ തേങ്ങാപ്പാൽ ചേർത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ തേങ്ങ അരച്ച് ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാനൊന്ന് തിളപ്പിക്കുകയും കൂടെ ചെയ്യുന്ന കാരണം നമ്മുടെ കുറച്ച് ഗ്രേവി എങ്ങാനും ലാസ്റ്റ് കുറച്ച് ബാക്കിയെന്നാൽ വേണമെങ്കിൽ രാത്രി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തേങ്ങ അരയ്ക്കുന്നതായതുകൊണ്ട് കുറച്ച് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് കേടാവത്തില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ ആയി കഴിഞ്ഞതിന് ശേഷം ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പാത്രം മാറ്റി വെക്കണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം കറി ഒരുമാതിരി കറുത്തിരിക്കും. ഈ ഒന്നാമത് വെള്ളമുള്ള കറികളൊക്കെ ആണെങ്കിൽ കറി കറുത്തിരിക്കും. അതിനകത്ത് ആ ഒരു ഇരുമ്പിൻ്റെ അംശം ഇറങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും ഇതങ്ങ് ഇരുമ്പിൻ്റെ പാത്രത്തിലാണെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്കണം. എന്നിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഈ പാത്രം കഴുകാവുള്ളൂ. ഇനി നമുക്ക് പുട്ട് വയ്ക്കാം. പുട്ട് ഞാൻ മറ്റേ ഈ പുട്ട് പോലെയാണ്, നമ്മുടെ ചിരട്ടപ്പുട്ട് പോലെയാണ് വെക്കുന്നത്. തേങ്ങയും ചേർത്ത് സാധാരണ നമ്മൾ പുട്ട് വയ്ക്കുന്ന പോലെ വെച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ആദ്യം റാഗിപ്പുട്ട് റെഡിയായി, പിന്നെ എൻ്റെ അരിപ്പുട്ടും റെഡിയായി. അങ്ങനെ ഇതായിരുന്നു സാറ്റർഡേയിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് പുട്ടും മുട്ടക്കറിയും. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനിയും ഒരു ഉച്ചയാകുന്നതിന് കുറച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പം ഞങ്ങൾ റെഡി ആയിട്ട് ലുലുവിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കുന്നില്ല, കാരണം മഴക്കാറ് നല്ലോണം ഉണ്ട്. ചിലപ്പം മഴ പെയ്യും, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയൊക്കെ യൂബർ ഓട്ടോ പിടിച്ച് ലുലുവിലേക്ക് പോവുകയാണ്. ഇവിടെ ആണെങ്കിൽ മഴ പെയ്തിട്ട് ഒത്തിരി ദിവസമായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ആദ്യം ഞങ്ങൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ അല്ല ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളൊരു ഉച്ചയാകാറായപ്പോഴാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ താഴെ പോവുകയാണ്. ഹൈപ്പർ മാർക്കറ്റിലെ മറ്റേ നമ്മുടെ പാത്രങ്ങളുടെ ഏരിയയിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഒന്നാമത് സാറ്റർഡേ ആണല്ലോ. അപ്പം സാറ്റർഡേ സൺഡേസിലാണല്ലോ ഇതിവിടെയൊക്കെ ഭയങ്കര തിരക്ക്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകിയിട്ട് താഴെ വീണ്ടും ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുക. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അവിടുന്ന് ഞാൻ ചിലപ്പം വെളിച്ചെണ്ണ വാങ്ങിക്കും ഓഫറിനുണ്ടെങ്കിൽ. ഒന്നാമത് ഞങ്ങളുടെ ആ ഭാഗത്ത് റിലയൻസിലൊന്നും വെളിച്ചെണ്ണ കിട്ടത്തില്ല, മലയാളി കടകളിലൊക്കെ ഉള്ളൂ. അപ്പം ഇവിടുന്ന് ചിലപ്പോൾ ഓഫറിനൊക്കെ കിട്ടും. അപ്പം ഞാൻ 1-2 പാക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവും. പിന്നെ ഞങ്ങളവിടെ ഞങ്ങൾ ലിസ്റ്റ് നോക്കുമായിരുന്നു എന്തൊക്കെയായിരുന്നു വാങ്ങിക്കേണ്ടതെന്ന് ഈ ഒരു സെക്ഷനിൽ നിന്നൊക്കെ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. മെയിനായിട്ടും ശ്രീഹരിക്കൊരു ലഞ്ച് ബോക്സ് ഒരെണ്ണം കൂടെ വാങ്ങിക്കണം. പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നമ്മൾ നോക്കുമല്ലോ, ചുമ്മാ നല്ല രസമല്ലേ കാണാനും. പിന്നെ ഓഫറിനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ വന്നു. ഒത്തിരി ടൈപ്പ് മാങ്ങയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ നോക്കി ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ മാങ്ങ വാങ്ങിച്ചില്ല. കാരണം മാങ്ങ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ അവിടെ ബിരിയാണി ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പലരും വാങ്ങിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചില്ല ബിരിയാണിയൊന്നും. പല സ്ഥലത്തെ ബിരിയാണികളുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ്, ആപ്പിളാണ് വാങ്ങിച്ചത്, അതല്ലാതെ കുറച്ച് ഫ്രൂട്ട്സും, എന്നിട്ട് ഒരു ബ്രെഡും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. പ്രധാനപ്പെട്ട വേണ്ട കുറച്ച് കാര്യങ്ങളും പോയിട്ട് അടുക്കളയിലൊക്കെ നമ്മുടെ മാറേണ്ട കുറച്ച് കാര്യങ്ങളും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പം നല്ല മഴക്കാറിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കാരണം 100 ദിവസത്തിൽ കൂടുതലായി, ഏകദേശം 150 ദിവസമായെന്നൊക്കെയാണ് പറയുന്നത് ബാംഗ്ലൂർ മഴ കണ്ടിട്ട്. അപ്പം ഞങ്ങൾ സത്യത്തിൽ ഇങ്ങനെ പോകുമ്പോൾ മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വലിയ കാര്യത്തിൽ ഇവിടുന്ന് പോകുമ്പം ഞങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തു എന്നുള്ള ധാരണയിലാണ് പോകുന്നത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ മഴ പെയ്തുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തേക്കൊന്നും ഒരു തുള്ളി പോലും വീണിട്ടില്ലായിരുന്നു, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തേക്കും. ഇവിടെ ആണെങ്കിൽ നല്ല കോള് കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഇവിടെ കുറേ നേരം നിന്നിട്ട് പോയാൽ മതിയായിരുന്നു, കാരണം മഴ മുഴുവനും കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ മഴ അവിടെ പെയ്തു. ആ ഭാഗത്തൊക്കെ നല്ലോണം പെയ്തിട്ടുണ്ട്. അതല്ലാതെ ബാംഗ്ലൂർ പലയിടങ്ങളിലും നല്ലതായിട്ട് മഴ പെയ്തു. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും പെയ്തിട്ടില്ലായിരുന്നു. എന്നും കാറ് കൊള്ളും പോകും, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.